പോയിന്റ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക റാപ്പിഡ് ചെസ് ടൂർണമെന്റ് ന്യൂയോർക്കിലെ വാൾ സ്ട്രീറ്റിൽ നടക്കുകയായിരുന്നു. ചെസ്സിലെ മത്സരഫലങ്ങളല്ല അന്ന് വാർത്തയായത് ലോക 1-ാം നമ്പർ ചെസ് താരം മാഗ്നസ് കാൾസനെ ടൂർണമെന്റിൽ നിന്ന് മത്സരം 4 കഴിഞ്ഞപ്പോൾ പുറത്താക്കിയ കാര്യമാണ്. ടൂർണമെന്റിൽ ജീൻസ് ഇട്ട് വരരുത് എന്നാണ് നിയമം. കാരണം ജീൻസ് പല പാശ്ചാത്യ രാജ്യങ്ങളിലും വില കുറഞ്ഞ വസ്ത്രമാണ്. പഴയകാലത്ത് തൊഴിലാളികൾ ഇട്ടിരുന്ന വസ്ത്രമായിരുന്നു അത്. അതിനാൽ ജീൻസിന് ഇന്നും ആഢ്യ സദസ്സുകളിൽ സ്ഥാനമില്ല. തൊഴിലാളികളുടെ സംസ്കാരത്തെ പരിഹസിക്കുന്ന ഈ കീഴ്വഴക്കം ഇന്നും തുടരുന്നത് ഒട്ടും ശരിയല്ല. പക്ഷേ ലോക ചെസ് സംഘടന ജീൻസ് ഇട്ട് കളിക്കാരെ പ്രധാന ടൂർണമെന്റുകളിൽ പ്രവേശിക്കുന്നത് തടഞ്ഞിട്ടുണ്ട്. കാൾസൺ ജീൻസ് ഇട്ടേ കളിക്കാൻ വരൂ, ആ വേഷം മാറ്റുന്ന പ്രശ്നമില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. അങ്ങനെ കാൾസൺ ടൂർണമെന്റിൽ നിന്ന് പുറത്ത്. ലോക ചാമ്പ്യൻ ഇന്ത്യയുടെ ഗുകേഷും ഈ ടൂർണമെന്റിൽ കളിക്കാൻ വന്നില്ല. ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഇന്ത്യയുടെ അർജുൻ എർഗെയ്സിയും റൗണക് സാധ്വാനിയും മുന്നിട്ട് നിന്നെങ്കിലും ഒടുവിൽ റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ വോലോഡിർ മുർസിനാണ് ചാമ്പ്യനായത്. പക്ഷേ വനിതാ വിഭാഗത്തിൽ ലോക റാപ്പിഡ് ചാമ്പ്യനായത് ഇന്ത്യയുടെ പഴയ ചെസ് മഹാറാണിയായിരുന്നു കൊനേറു ഹംപി. ഹംപിയുടെ വിജയത്തിന് ഒരു തിരിച്ചുവരവിന്റെ മാധുര്യമുണ്ട്. ഏതാണ്ട് ഒരു ദശകം മുമ്പ് ചെസ് രംഗത്ത് വെട്ടിത്തിളങ്ങി നിന്നിരുന്നു ഹംപി. എന്നാൽ ഇക്കഴിഞ്ഞ ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ ടീമിൽ പോലും അവർ ഉണ്ടായിരുന്നില്ല. ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് യുവതാരങ്ങളായിരുന്നു. ദ്രോണവല്ലി ഹരിക, വൈശാലി രമേശ് ബാബു, ദിവ്യ ദേശ്മുഖ്, വന്തിക അഗർവാൾ, ടാനിയ സച്ദേവ് എന്നിവർ. ഇന്ത്യൻ പുരുഷ ടീമിൽ വിശ്വനാഥാനന്ദ് ഇല്ലാത്ത പോലെ വനിതാ ടീമിൽ കൊനേറു ഹംപിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കൊനേറു ഹംപി 8.5 പോയിന്റോടെ 1-ാം സ്ഥാനവും ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോൾ പിറകിൽ ആയവരിൽ ഒളിമ്പിക് ടീം അംഗങ്ങളായ ദ്രോണവല്ലി ഹരികയും ദിവ്യ ദേശ്മുഖും വൈശാലി രമേശ് ബാബുവും ഒക്കെ ഉണ്ടായിരുന്നു. 2019 കൊനേറു ഹംപി ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ ഗുഡിവാഡയിലാണ് ഹംപി ജനിച്ചത്. 1987 മാർച്ച് 31. തുടർച്ചയായി 3 ലോക ചാമ്പ്യൻഷിപ്പുകൾ നേടി വിസ്ഫോടനത്തോടെയാണ് അവർ ചെസ് രംഗത്തേക്ക് വന്നത്. 1997 10 വയസ്സിന് താഴെയുള്ളവർക്കായുള്ള ലോക ചാമ്പ്യൻഷിപ്പ്, 1998 അണ്ടർ 12 ലോക ചാമ്പ്യൻഷിപ്പ്, 2000 അണ്ടർ 14 ചാമ്പ്യൻഷിപ്പ് എന്നിവ ഒന്നിച്ച് ആ കുട്ടി നേടിയെടുത്തു. 2001 ഹംപി ലോക ജൂനിയർ ഗേൾസ് ചാമ്പ്യൻഷിപ്പും നേടി. ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പ് എന്ന് വെച്ചാൽ 20 വയസ്സിന് താഴെയുള്ളവരുടെ ചാമ്പ്യൻഷിപ്പ് എന്നർത്ഥം. അത് നേടുമ്പോൾ ഹംപിക്ക് വെറും 14 വയസ്സ് മാത്രം. 2002 ഹംപി ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടി. ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ലോകത്തിലെ 8ാമത്തെ വനിതയാണവർ. മാത്രമല്ല ഏറ്റവും ചെറുപ്പത്തിൽ ആ നേട്ടം കൈവരിച്ച പെൺകുട്ടിയും അവർ തന്നെ. പതുക്കെ ഹംപി ആൺകുട്ടികളോടും മത്സരിക്കാൻ തുടങ്ങി. 2000, 2002, 2003 കൊല്ലങ്ങളിൽ ഹംപി ബ്രിട്ടീഷ് വനിതാ ചാമ്പ്യൻഷിപ്പ് നേടി. ബ്രിട്ടീഷ് ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ ഒരു തമാശയുണ്ട്. പണ്ട് സുൽത്താൻ ഖാൻ എന്ന ഇന്ത്യക്കാരൻ 1930കളിൽ 3 വട്ടം ബ്രിട്ടീഷ് പുരുഷ ചാമ്പ്യനായിട്ടുണ്ട്. കാരണം ഈ ചാമ്പ്യൻഷിപ്പിൽ ബ്രിട്ടീഷുകാർക്ക് മാത്രമല്ല കോമൺവെൽത്ത് രാജ്യങ്ങളിലെ കളിക്കാർക്കൊക്കെ പങ്കെടുക്കാം. 2002 ഹംപി വനിതാ ചാമ്പ്യനായപ്പോൾ പുരുഷ ചാമ്പ്യനായത് ഇന്ത്യയുടെ തന്നെ രമേശ് എന്ന കളിക്കാരൻ. അതൊക്കെ ആയപ്പോൾ ഇംഗ്ലീഷുകാർക്ക് ഈ ചാമ്പ്യൻഷിപ്പിൽ കളിക്കാൻ ഭയം. അവർ പങ്കെടുക്കാതായി. അതോടെ അവർ പിന്നീട് ഈ ചാമ്പ്യൻഷിപ്പ് ബ്രിട്ടീഷുകാർക്ക് മാത്രമായി ചുരുക്കി. ഇനി ഹംപിയെക്കുറിച്ച്. ഏതായാലും ഈ ബ്രിട്ടീഷ് ചാമ്പ്യൻഷിപ്പിന് പുറമെ നിരവധി ലോക ചാമ്പ്യൻഷിപ്പുകളും റണ്ണറപ്പ് പദവിയും നേടിയ അവർ ഇപ്പോൾ 37 വയസ്സായി തിളങ്ങുന്നു. അതായത് ചെസ്സിൽ നിന്നൊക്കെ വിരമിക്കേണ്ട സമയമായോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അവർ ഒരു ലോക ചാമ്പ്യൻഷിപ്പ്, അതും റാപ്പിഡ് ചാമ്പ്യൻഷിപ്പ് അവർ നേടുന്നത്. പക്ഷെ അവരെ തോൽപ്പിക്കാൻ യുവതാരങ്ങൾക്ക് പോലും ഇന്ന് ബുദ്ധിമുട്ടാണ്. സില്ലി പോയിന്റ്.